10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ പ്രോജക്റ്റ് ടൈഗർ എന്ന അധ്യായത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, രണ്ടാം ഭാഗം വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നാം വിശദീകരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് പേജ് 50, 50ാം പേജിലെ ലെറ്റ്സ് റീവിസിറ്റ് എന്നുള്ള ടൈറ്റിലിൽ ആക്ടിവിറ്റി 1. Satyajit Ray and his friends had to shoot the scenes involving the tiger twice at Nottingham and Boran. സത്യജിത് റേക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ടൈഗർ ഉൾപ്പെടുന്ന സിനിമാ രംഗം 2 പ്രാവശ്യം വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. നോട്ടൻഗ്രാമിലും ബൊറാൽ വില്ലേജിലും. Write the events that took place in both the places in a sequential order and then describe the shooting. ഓരോ ലൊക്കേഷനിലും സംഭവിച്ച സംഭവങ്ങളെ വളരെ സീക്വൻഷ്യൽ ഓർഡറിൽ, തുടർച്ചയായ ഓർഡറിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളെ പോയിന്റുകളായിട്ട് ആദ്യം രേഖപ്പെടുത്തുക. ശേഷം ഈ പോയിന്റുകളെല്ലാം ചേർത്തുകൊണ്ട് 2 സ്ഥലങ്ങളിലും അരങ്ങേറിയ ഷൂട്ടിംഗ് വിശദീകരിക്കുക. ഇതാണ് ആക്ടിവിറ്റി. നമുക്കാദ്യം നോട്ടൻഗ്രാം പ്രദേശത്ത് അരങ്ങേറിയ ഷൂട്ടിംഗ് സംഭവ വികാസങ്ങളെ പോയിന്റുകളായിട്ട് രേഖപ്പെടുത്താം. നമ്പർ 1, ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോവ് ഇൻ നോട്ടൻഗ്രാം. നോട്ടൻഗ്രാം പ്രദേശത്ത് അനുയോജ്യമായ ഒരു ബാംബു ഗ്രോവ്, മുളങ്കാട് കണ്ടെത്തി. നമ്പർ 2, എ ലോറി അറൈവ്ഡ് വിത്ത് 2 റോബസ്റ്റ് ആൻഡ് വെൽ ഫെഡ് ടൈഗേഴ്സ്. നല്ല തടിച്ചു കൊഴുത്ത ആരോഗ്യവാന്മാരായ 2 കടുവകളെ കൊണ്ട് ലോറി ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. നമ്പർ 3, arranged the camera and placed it facing the bamboo grove. മുളങ്കാടിനെ ഫേസ് ചെയ്തുകൊണ്ട് അതിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് ക്യാമറ അറേഞ്ച് ചെയ്ത് സ്ഥാപിച്ചു. നമ്പർ 4, instructed the audience to stand behind away from the camera. അവിടെ കൂടിയിരുന്ന കാണികളോട് ക്യാമറയ്ക്ക് പുറകിലേക്ക് അല്പം മാറി നിൽക്കാൻ നിർദ്ദേശം നൽകി. നമ്പർ 5, fixed an iron rod to the ground and tied one end of a thin steel wire to the iron rod and the other end to the tiger skin collar that the tiger was already wearing around its neck. ഒരു ഇരുമ്പ് കുറ്റി ഭൂമിയിലേക്ക് അടിച്ചിറക്കി. എന്നിട്ട് കനം കുറഞ്ഞ നേരിയ ഒരു ഇരുമ്പ് വയറിന്റെ ഒരറ്റം ആ കുറ്റിയിലേക്ക് ബന്ധിപ്പിച്ചു. മറ്റേ അറ്റം ടൈഗർ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ഒരു ടൈഗർ സ്കിൻ കോളർ അതിലേക്കും ബന്ധിപ്പിച്ചു. നമ്പർ 6, the cage of the tiger was opened. കടുവയുടെ കൂട് തുറന്നു. നമ്പർ 7, the tiger sprang out and started prancing around with tremendous enthusiasm. ഉടനെ തന്നെ ടൈഗർ പുറത്തേക്ക് കുതിച്ചു ചാടി അവിടെയാകെ വർദ്ധിച്ച ആവേശത്തോടു കൂടി കുതിച്ച് ചാടി മറിഞ്ഞ് ഭയാനകമായ രംഗം സൃഷ്ടിച്ചു. നമ്പർ 8, the trainer Mr. Thoth was startled and made futile efforts to bring it under control. ട്രെയിനർ മിസ്റ്റർ തോർത്ത് പോലും ഭയപ്പെട്ടിരുന്നു. അദ്ദേഹം കടുവയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള വിഫല ശ്രമങ്ങൾ നടത്തി. നമ്പർ 9, when the tiger calmed itself, some shots were taken. പിന്നീട് കടുവ ശാന്തമായ ശേഷം ഏതാനും ഷോട്ടുകൾ അവർ ഷൂട്ട് ചെയ്തു. നമ്പർ 10, when checked later, found that the camera had failed to work and the shots were too dark. പിന്നീട് അവരെടുത്ത ഷോട്ടുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം ബോധ്യമായി. ക്യാമറ വേണ്ടവിധം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ എടുത്ത ഷോട്ടുകളെല്ലാം തന്നെ വളരെയധികം ഇരുണ്ടത് ആയിരുന്നു. ഇനി ഈ പോയിന്റ്സുകളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് നോട്ടൻഗ്രാമിൽ അരങ്ങേറിയ ഷൂട്ടിങ്ങിന്റെ ഒരു നറേഷൻ തയ്യാറാക്കാം. ഷൂട്ടിംഗ് അറ്റ് നോട്ടൻഗ്രാം എന്ന ടൈറ്റിൽ നാം നൽകി. Satyajit Ray and his team first found a suitable bamboo grove in Nottingham. നോട്ടൻഗ്രാമിൽ അനുയോജ്യമായ ഒരു ബാംബു ഗ്രോവ് സത്യജിത് റേയും തന്റെ കൂട്ടുകാരും കണ്ടെത്തി. The ringmaster of the Barry circus, Mr. Thoth,
brought there two well-fed tigers in a lorry. ഭാരത് സർക്കസ് കമ്പനിയിലെ റിംഗ് മാസ്റ്റർ മിസ്റ്റർ തോറസ് ഒരു ലോറിയിൽ 2 ആരോഗ്യവാന്മാരായ കടുവകളെ അവിടെ എത്തിച്ചു. Then they arranged the camera and placed it facing the bamboo grove. ശേഷം ക്യാമറയെല്ലാം തയ്യാറാക്കി ബാംബു ഗ്രോവിലേക്ക് തിരിച്ച് അത് സ്ഥാപിച്ചു. Before opening the cage of the tiger, the audience were instructed to stay away. കടുവയുടെ കൂട് തുറക്കും മുമ്പ് അവിടെ കൂടിയിരുന്ന കാണികളോടെല്ലാം അല്പം മാറി നിൽക്കാൻ നിർദ്ദേശം നൽകി. They fixed an iron rod to the ground and tied one end of a thin steel wire to the rod and the other end to the tiger skin collar which the tiger was already wearing around its neck. ശേഷം ഭൂമിയിലേക്ക് ഒരു ഇരുമ്പ് ദണ്ട് ഒരു കുറ്റി പോലെ അടിച്ചിറക്കി. എന്നിട്ട് ഒരു തിൻ സ്റ്റീൽ വയർ, വളരെ നേരിയ ഒരു ഇരുമ്പ് വയറ്, അതിൻ്റെ ഒരറ്റം ഈ കുറ്റിയിൽ ബന്ധിച്ച് മറ്റേ അറ്റം കടുവ അതിൻ്റെ കഴുത്തിൽ നേരത്തെ അണിഞ്ഞിട്ടുണ്ടായിരുന്ന ടൈഗർ സ്കിൻ കോളറുമായി ബന്ധിപ്പിച്ചു. മിസ്റ്റർ തോറസ് opened the cage and the tiger sprang out and started prancing around with tremendous enthusiasm. ശേഷം മിസ്റ്റർ തോറസ് കടുവയുടെ കൂട് തുറന്നു. ഉടനെ കടുവ പുറത്തേക്ക് എടുത്തു ചാടി. അതിനുശേഷം അവിടെ കിടന്ന് ശക്തമായ ആവേശത്തോടുകൂടി, എനർജിയോടുകൂടി അതാകെ കുതിച്ചു ചാടി ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. They were shocked to see this unexpected behavior of the tiger, and even Mr. Thorat was taken aback. ഇതെല്ലാം കണ്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരും ആകെ പേടിച്ചുപോയി. മിസ്റ്റർ തോറത്ത് പോലും ഞെട്ടിപ്പോയി. He was helpless to bring it under control. അദ്ദേഹം ഈ കടുവയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം നിസ്സഹായനായിരുന്നു. അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല. After a while, the tiger calmed down and they immediately took the required shots. എന്നാൽ അല്പം കഴിഞ്ഞ് കടുവ സ്വയം ശാന്തമായി. ഉടനെ അവർ ആവശ്യമായ ഷോട്ടുകളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തു. But when they returned to Calcutta and checked the shots, they realized that the camera had failed to work and the shots were too dark. എന്നാൽ അവർ പിന്നീട് കൽക്കട്ടയിൽ തിരിച്ചെത്തി എടുത്ത ഷോട്ടുകളെല്ലാം പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി. ക്യാമറ വേണ്ടവിധം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ എടുത്ത ഷോട്ടുകളെല്ലാം തന്നെ ഇരുണ്ടതായിരുന്നു. They had to shoot the scenes all over again. ആ എടുത്ത രംഗങ്ങളെല്ലാം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഷൂട്ട് ചെയ്യേണ്ടതായിട്ടും വന്നു. Next, the details of the shooting at Boral. ബൊറാൽ പ്രദേശത്ത് അരങ്ങേറിയ ഷൂട്ടിംഗ് സംഭവ വികാസങ്ങളിലെ പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് രേഖപ്പെടുത്താം. Number 1. Found a bamboo grove near Calcutta at Boral. കൽക്കറ്റക്കടുത്ത് ബൊറാൽ പ്രദേശത്ത് അനുയോജ്യമായ ഒരു ബാംബു ഗ്രോവ് കണ്ടെത്തി. Number 2. Mr. Thorat brought again the tigers, the iron rod, the wire, the collar, etc. in a lorry. നേരത്തെ ചെയ്ത പോലെ തന്നെ മിസ്റ്റർ തോറസ് കടുവകളെയും അതുപോലെ തന്നെ ആവശ്യമായ ഇരുമ്പ് ദണ്ട്, ഇരുമ്പ് വയർ, ടൈഗർ സ്കിൻ കോളർ മുതലായ സാമഗ്രികളുമായി ആ വില്ലേജിൽ ഒരു ലോറിയിൽ എത്തിച്ചേർന്നു. Number 3. The village audience were told to stay 70 feet away from the camera. അവിടെ കൂടിയ ഗ്രാമീണരായ കാണികളോട് ക്യാമറയ്ക്ക് പിറകിലേക്ക് ഏകദേശം 70 അടിയെങ്കിലും മാറി നിൽക്കണമെന്ന് നിർദ്ദേശം നൽകി. Number 4. The villagers were not ready to stay away. എന്നാൽ ഗ്രാമീണർ ആ നിർദ്ദേശമൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ഇതോടുകൂടി പ്രോജക്റ്റ് ടീം arrangements for shooting without wasting time എല്ലാം തന്നെ നാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. സൊല്യൂഷൻസ് നാം കണ്ടെത്തി. എന്നാൽ സത്യജിത്രയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഈ ഗ്രാമീണരുമായി വാദിച്ച് സമയം കളയാൻ നിന്നില്ല. ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് ആവശ്യമായ യൂട്യൂബ് ചാനൽ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് നീങ്ങി. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. Number 5. Thanks for watching. Got the camera ready and signaled to Mr. Thorat to open the cage. ക്യാമറയെല്ലാം റെഡിയാക്കി നിർത്തി മിസ്റ്റർ തോറത്തിനോട്
കടുവയുടെ കൂട് തുറക്കാൻ നിർദ്ദേശം നൽകി. Number 6. Mr. Thorat opened the cage and the tiger charged at the villagers. മിസ്റ്റർ തോറത്ത് കടുവയുടെ കൂട് തുറക്കുന്നു. ഉടനെ തന്നെ കടുവ വളരെ ദേഷ്യത്തോടു കൂടി അവിടെ കൂടിയ ഗ്രാമീണർക്ക് നേരെ കുതിച്ചു ചാടി. Number 7. The audience melted away as if by magic. അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ആ ജനങ്ങളെല്ലാം തന്നെ ഒരു മാജിക്കിൽ എന്ന പോലെ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. Number 8. After a while, the tiger calmed down and behaved like an obedient child. അല്പസമയങ്ങൾക്ക് ശേഷം കടുവ സ്വയം ശാന്തമായി. പിന്നീട് അനുസരണയുള്ള ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അത് നന്നായി പെരുമാറി. Number 9. The required shots were taken. സിനിമ രംഗത്തിന് വേണ്ടി ആവശ്യമായ എല്ലാ ഷോട്ടുകളും അവർ എടുത്തു. Number 10. After 2 days when checked, they found this time the camera also worked properly and the shots were perfect. 2 ദിവസങ്ങൾക്ക് ശേഷം എടുത്ത ഷോട്ടുകളെല്ലാം പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പ്രാവശ്യം ക്യാമറ നന്നായി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ അവർ എടുത്ത എല്ലാ ഷോട്ടുകളും നല്ലതായിരുന്നു. അവർ വിചാരിച്ച പോലെ തന്നെ ഉപയോഗപ്രദവുമായിരുന്നു. ഷൂട്ടിംഗ് വിജയമായിരുന്നു എന്നർത്ഥം. ഇനി നമുക്ക് ഈ പോയിന്റ്സുകളെല്ലാം ചേർത്തുകൊണ്ട് ബൊറാൽ പ്രദേശത്ത് അരങ്ങേറിയ ഷൂട്ടിംഗ് സംബന്ധമായ ഒരു നറേഷൻ തയ്യാറാക്കാം. ഷൂട്ടിംഗ് അറ്റ് ബൊറാൽ. They found another bamboo grove near Calcutta in Boral village. Once again, Mr. Thorat brought the tigers, the iron rod, the steel wire, the tiger skin collar, etc. in a lorry. There were more villagers there to watch the shooting, and they were instructed to stay behind the camera at least 70 feet away. But nobody was ready to accept the instructions. Ray and his team had no time to argue with the audience. They made all the arrangements and set the camera ready. Mr. Thorat opened the cage, and the tiger fiercely charged at the crowd of about 150 people gathered there. But all of them melted away as if by magic when the tiger turned to them. In a short while, the tiger behaved gently and walked as they record like an obedient child. They soon shot all the scenes they needed. After 2 days, when they returned to Calcutta, they realized that this time not only the tiger had behaved well, but also the camera had worked properly. All the shots were in perfect order. നോട്ടൺ ഗ്രാമിലെയും ബൊറാൽ വില്ലേജിലെയും ഷൂട്ടിംഗ് രംഗങ്ങൾ നാം ഒരു നറേഷൻ രൂപത്തിൽ ഇവിടെ വിവരിക്കുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നറേറ്റീവ് അല്ലെങ്കിൽ നറേഷൻ തയ്യാറാക്കുമ്പോൾ അനുയോജ്യമായ ടൈറ്റിൽ നൽകാൻ ശ്രദ്ധിക്കണം. വിഷയവുമായി ബന്ധപ്പെട്ട ഹെഡിങ് നമ്മുടെ നറേഷന് നൽകണം. അത് നാം നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതേ വിഷയം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യുമ്പോൾ ഹെഡിങ് നൽകേണ്ടതില്ല. മറിച്ച് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് സെന്റൻസ് പാരഗ്രാഫിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്ക് പേജ് 50 ആക്ടിവിറ്റി 1 അവിടെ നമുക്കൊരു ടോപ്പിക് സെന്റൻസ് നൽകിയിട്ടുണ്ട്. ആ ടോപ്പിക് സെന്റൻസ് തന്നെ പാരഗ്രാഫിൽ ഉൾപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇതാണ് ആ ടോപ്പിക് സെന്റൻസ്. Satyajit Ray and his friends had to shoot the scenes involving the tiger twice at Notre Dame and Boral. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ നറേഷൻ ഒരു പാരഗ്രാഫായിട്ടും മാറ്റി എഴുതാൻ പരിശീലിക്കണം. നെക്സ്റ്റ്, ആക്ടിവിറ്റി 2 ടെക്സ്റ്റ് ബുക്ക് പേജ് 50. Ray and his friends visited the Bharat Circus camp in Calcutta to hire a tiger to be filmed for his movie Gobi Gain Bagabain. He spoke to the manager of the circus company. What would Ray have spoken? Attempt the conversation between Ray and the manager. ഈ ആക്ടിവിറ്റിയിൽ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്
റേയും ഭാരത് സർക്കസ് കമ്പനി മാനേജറും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, സത്യജിത് റേ തൻ്റെ മൂവി ഗുബിഗെയിൻ ബഗാബെയിൻ ഷൂട്ട് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഒരു ടൈഗറെ ആവശ്യമായിട്ട് വന്നു. അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരത് സർക്കസ് കമ്പനി സന്ദർശിക്കുന്നത്. ആ സർക്കസ് കമ്പനിയുടെ മാനേജറും റേയും തമ്മിൽ എന്താണ് ഉണ്ടാവുക? അവർ തമ്മിലുള്ള സംഭാഷണം ഇമാജിൻ ചെയ്ത് നാം തയ്യാറാക്കുക. ഇതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ പരസ്പരം വിഷ് ചെയ്തുകൊണ്ട് നല്ല ഒരു തുടക്കം ഒരു കോൺവെർസേഷൻ ഉണ്ടായിരിക്കണം. പിന്നീട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുന്ന സംഭാഷണങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. വിഷയവുമായിട്ട് ടച്ച് ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ നല്ല ഒരു എൻഡിങ്, പരസ്പരം വിഷ് ചെയ്തുകൊണ്ട് ഒരു ഇഫക്റ്റീവായിട്ടുള്ള എൻഡിങ് കോൺവെർസേഷൻ ഉണ്ടായിരിക്കണം. വളരെ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇടുന്ന പോലെ അവസാനിപ്പിക്കരുത് എന്നർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കോൺവെർസേഷൻ ഒരുപാട് നീണ്ടുപോകരുത്, എന്നാൽ വളരെ ചുരുങ്ങിയതും ആകരുത്. 6-7 എക്സ്ചേഞ്ചുകളാണ് ഏറ്റവും അഭികാമ്യം. ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നു, മറ്റു വ്യക്തി അതിനോട് പ്രതികരിക്കുന്നു, അങ്ങനെ അവർക്കിടയിലുള്ള ഒരു ഡയലോഗ്, അതാണ് ഒരു എക്സ്ചേഞ്ച്. ഇങ്ങനെ 6-7 എക്സ്ചേഞ്ചുകളാണ് ഒരു നല്ല കോൺവെർസേഷന് അഭികാമ്യം. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുക. നാം ഒന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കുക, ഇതൊരു മോഡലാക്കി എടുക്കുക. റേ: ഗുഡ് മോർണിംഗ് സർ, ഐ ആം സത്യജിത് റേ. മാനേജർ: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം സർ, പ്ലീസ്ഡ് ടു മീറ്റ് യു. റേ: if you don't mind, I would like a favor from you. Manager: always with pleasure. What can I do for you? Ray: you have many tigers, haven't you? I need one. Manager: you need a tiger? What's it for? Ray: I am going to shoot a new film in which there is a scene of the heroes meeting a tiger. Manager: how long will the shooting take? Ray: it won't take very long, perhaps 2 hours. Manager: it's okay. You can have 1 or 2 tigers with its trainer, Mr. Torrance. Ray: very kind of you. Thank you very much. Manager: you're welcome. Next, Activity 3, textbook page 51. Read the sentences taken from the article. Alfred Hitchcock decided to make a film called Birds. In the story, birds from all over the world started attacking humans. Hitchcock needed a variety of birds, but what was recorded in large number was ravens. Notices were placed in the press all over the United States asking people to contact the filmmaker. Draft the likely notice that was published in the newspaper. നമുക്കറിയാം, നമ്മുടെ അധ്യായത്തിൽ നാം വായിച്ചതാണ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്നുള്ള വിശ്വപ്രസിദ്ധനായ ഫിലിം മേക്കർ ബേർഡ്സ് എന്നുള്ള പേരിൽ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പക്ഷികൾ മനുഷ്യരെ ആക്രമിക്കുന്നതായിരുന്നു അതിലെ പ്രധാന സംഭവം. ഇതിനുവേണ്ടി അദ്ദേഹത്തിന് പലതരത്തിലുള്ള പക്ഷികളെ ആവശ്യമായിരുന്നു. ഏറ്റവും കൂടുതൽ ആവശ്യം വന്നിരുന്നത് റാവൻസ് പക്ഷികളെ ആയിരുന്നു. അത് ലഭ്യമാകുന്നതിന് വേണ്ടി അദ്ദേഹം അമേരിക്കയിലുടനീളം ന്യൂസ് പേപ്പറുകളിൽ പരസ്യം നൽകി. നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആക്ടിവിറ്റി ഇതാണ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് നൽകിയ അതുപോലുള്ള ഒരു പരസ്യം, അതിൻ്റെ ഒരു നോട്ടീസ് നാം തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, വിവിധ തരത്തിലുള്ള നോട്ടീസുകളുണ്ട്. പ്രോഗ്രാം നോട്ടീസുകൾ, അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസുകൾ എല്ലാം തന്നെ. നമ്മോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസാണ്. അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കേണ്ടത് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വളരെ കാച്ചി, മനുഷ്യരെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഹെഡിങ് അതിന് നൽകണം. അതുപോലെ തന്നെ പ്ലേസ് ആൻഡ് ഡേറ്റ്, പിന്നെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ വിഷയം അവതരിപ്പിക്കണം. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. നാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ട്രെയിൻഡ് റാവൻസ് വാണ്ടഡ് എന്നുള്ള ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നു. ദെൻ ഹോളിവുഡ് എന്നുള്ള പ്ലേസും 10 മാർച്ച് 2021 എന്നുള്ള ഡേറ്റും കൊടുത്തിരിക്കുന്നു. ഇനി ന്യൂസ് പേപ്പറുകളിലൊക്കെ പരസ്യം നൽകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലായിരിക്കണം വിഷയം അവതരിപ്പിക്കേണ്ടത്.
Mr. Alfred Hitchcock, the film director, is in need of many varieties of trained birds for his new film, Birds. Those who have trained ravens and other birds may contact Mr. Hitchcock immediately. എന്നുള്ള വിഷയം നാം ഇവിടെ 2 സെന്റൻസുകളിൽ ഒതുക്കി അവതരിപ്പിച്ചു. ശേഷം ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നീ കോണ്ടാക്റ്റുകളും കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ആക്ടിവിറ്റി 4, textbook page 51. According to the Prevention of Cruelty to Animals Act, if an animal is used for the purpose of entertainment, it shall be according to strict norms suggested by the Act. നമ്മുടെ വിനോദങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് എന്നുള്ള നിയമം ശക്തമായിട്ട് പാലിച്ചിരിക്കണം. മൃഗങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസം ഉണ്ടാക്കരുത്, മൃഗങ്ങളെ ക്രൂരമായിട്ട് കൈകാര്യം ചെയ്യരുത് എന്നുള്ള നിയമമാണത്. Imagine Ray writes a letter to the chairman of Animal Welfare Board of India, informing him the details of the shoot and ensuring him that the rules will be strictly adhered to. Draft the likely letter. ഈ നിയമങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തൻ്റെ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി സത്യജിത്രയ്ക്ക് ഒരു ടൈഗറെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിന് അനുമതി തേടിക്കൊണ്ട് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ചെയർമന് ഒരു കത്ത് എഴുതുന്നു. ആ കത്തിൽ അദ്ദേഹം എല്ലാ നിയമങ്ങളും പാലിച്ചു കൊള്ളാമെന്ന് ഉറപ്പും നൽകുന്നു. ഇത്തരത്തിലുള്ള ഒരു ലെറ്റർ നമ്മോട് തയ്യാറാക്കാനാണ് ഈ ആക്ടിവിറ്റിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലെറ്റർ ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണ്, അഥവാ ഒരു ഫോമൽ ലെറ്റർ. വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഫോമൽ ലെറ്ററിന് വളരെ കണിശമായിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട്. ഒരു ഫോമൽ ലെറ്ററിൽ 9 പ്രധാന ഘടകങ്ങൾ അടങ്ങിയിരിക്കണം. ഒന്നാമത്തത് കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ്സാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫോമാറ്റാണിത്. ഇതിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻഡർ എന്നാണ് ഒന്നാമത്തെ പോയിന്റ് നൽകിയിരിക്കുന്നത്. എന്നാൽ കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ് മാത്രം മതി, അതിൽ പേര് ഉൾപ്പെടുത്തരുത്. ഇതൊരു മിസ്റ്റേക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നെയിം വെട്ടിക്കളഞ്ഞത്. ഇത് അഡ്രസ് ഓഫ് ദ സെൻഡർ വിത്തൗട്ട് നെയിം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതിൽ പേര് ഉൾപ്പെടുത്തരുത്. രണ്ടാമത് ഡേറ്റ്, കത്തെഴുതുന്ന തീയതി. മൂന്നാമത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റിസീവർ. ആർക്കാണോ നാം കത്തെഴുതുന്നത് അല്ലെങ്കിൽ കത്ത് ആർക്കാണോ ലഭിക്കുന്നത് അയാളുടെ പേരും അഡ്രസ്സും ഉൾപ്പെടുത്തുക. അതിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് പ്രയാസമില്ല, പേരറിയുമെങ്കിൽ ഉൾപ്പെടുത്തുക. ഇവിടെ നമ്മോട് ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ പേര് തന്നിട്ടില്ല, മറിച്ച് ചെയർമൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ, അദ്ദേഹം വഹിക്കുന്ന ഓഫീസ് സ്ഥാനമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉൾപ്പെടുത്തി അഡ്രസ് ഉണ്ടാക്കുക. അടുത്തത് സല്യൂട്ടേഷൻ, ഡിയർ സർ തുടങ്ങിയ സല്യൂട്ടേഷൻ ഫ്രേസുകൾ ഉപയോഗിക്കുക. നെക്സ്റ്റ്, സബ്ജക്റ്റ് ക്യാപ്ഷൻ. ഏത് വിഷയത്തെക്കുറിച്ചാണോ കത്തെഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ടൈറ്റിൽ പോലെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുക. അടുത്തത് ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്റർ എന്നുള്ളതാണ് ലെറ്റർ. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കണം. ഒന്ന്, ഇൻട്രൊഡക്ഷൻ, ആരാണോ എഴുതുന്നത് എന്നൊന്ന് പരിചയപ്പെടുത്തുക, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ 1-2 സെന്റൻസുകളിൽ. അടുത്ത പോയിന്റ് ഉൾപ്പെടേണ്ടത് സബ്ജക്റ്റ് ഡീറ്റെയിൽസ്. ഏത് വിഷയമാണോ നാം കത്തിലൂടെ അവതരിപ്പിക്കുന്നത് അത് ചെറുതായിട്ട് വിശദീകരിക്കുക. 3, കൺക്ലൂഷൻ, നമ്മുടെ ലെറ്റർ അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ റിക്വസ്റ്റും അതുപോലെ തന്നെ താങ്ക്സ് എക്സ്പ്രഷൻ, നമ്മുടെ അപേക്ഷയും ആ അപേക്ഷ ആ ഓഫീസർ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നന്ദിയും കടപ്പാടും നാം പ്രകടിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, എഴുതുന്ന ആളെ ചെറുതായിട്ട് പരിചയപ്പെടുത്തുക. മറ്റൊന്ന്, സബ്ജക്റ്റ് ഡീറ്റെയിൽസ്, വിഷയം ചെറുതായിട്ട് വിശദീകരിക്കുക. ദെൻ കൺക്ലൂഷൻ, കത്ത് അവസാനിപ്പിക്കുക വിത്ത് റിക്വസ്റ്റ് ആൻഡ് താങ്ക്സ് എക്സ്പ്രഷൻ. ശേഷം കോംപ്ലിമെന്ററി ക്ലോസ്, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി പോലുള്ള ഫ്രേസുകൾ ഉപയോഗിച്ച് കത്ത് അവസാനിപ്പിക്കുന്നു. അടുത്തത് SD എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൈൻഡ്, സിഗ്നേച്ചർ, ഒപ്പുവെക്കുക. ദെൻ കംസ് ദ നെയിം, ഏറ്റവും അവസാനമാണ് എഴുതുന്ന ആളുടെ പേര് ചേർക്കേണ്ടത്. 9 ഘടകങ്ങൾ അടങ്ങുന്നതിൽ ഏറ്റവും അവസാനത്തെ ഘടകമാണ് നെയിം ഓഫ് ദ റൈറ്റർ. ഇപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ആദ്യം നാം അഡ്രസ്സിൽ പേര് ചേർത്തിരുന്നു എങ്കിൽ കത്ത് അവസാനിപ്പിക്കുമ്പോഴും തുടക്കത്തിലും എഴുതുന്ന ആളുടെ പേര് ഈ ലെറ്ററിൽ വരുമായിരുന്നു.
അത് അഭികാമ്യമല്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ പേര് ചേർക്കരുത്, ഏറ്റവും അവസാനത്തിൽ പേര് ചേർക്കുക എന്ന് പറയുന്നത്. ഇനി ഈ ഫോമാറ്റുകളെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഈ വിഷയം ബന്ധപ്പെടുത്തി നാം ഒരു ലെറ്റർ തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ പരിശോധിക്കുക, അതൊരു മോഡലാക്കുക. ഫ്ലാറ്റ് നമ്പർ 14 വസന്ത് വിഹാർ, മാർക്കസ് സ്ക്വയർ, കൽക്കട്ട എന്നുള്ള സത്യജിത്രയുടെ ഒരു അഡ്രസ് നാം ഇവിടെ ഇമാജിൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്നു. ഇതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് 6 മാർച്ച് 2019 എന്നുള്ള ഡേറ്റ് ഓഫ് ദ ലെറ്റർ. നെക്സ്റ്റ്, ആർക്കാണോ കത്ത് എഴുതേണ്ടത് അതല്ലെങ്കിൽ റിസീവർ ഓഫ് ദ ലെറ്റർ. നമ്മോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ ചെയർമാൻ, ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി എന്നുള്ള അഡ്രസ് നാം കൊടുത്തിരിക്കുന്നു. അടുത്തത് സല്യൂട്ടേഷൻ ഫ്രേസ് ഡിയർ സർ. നെക്സ്റ്റ്, സബ്ജക്റ്റ് ക്യാപ്ഷൻ, എന്താണോ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം ഇതാണ്. ഗെറ്റിംഗ് പെർമിഷൻ ഫോർ യൂസിങ് എ ടൈഗർ ഇൻ എ ഫിലിം ഷൂട്ടിംഗ് എന്നുള്ള ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നു, സബ്ജക്റ്റ് ഹെഡ്ലൈൻ. ഇനി ബോഡി ഓഫ് ദ ലെറ്റർ. ഐ ആം സത്യജിത്ത്, എ ഫിലിം ഡയറക്ടർ ഫ്രം കൽക്കട്ട എന്ന് സത്യജിത്ത് സ്വയം പരിചയപ്പെടുത്തുന്നു. I have a plan to direct a film in which there is a scene of the main characters meeting a wild tiger in a forest. എന്നിട്ട് അദ്ദേഹം വിഷയത്തിലേക്ക് കടന്നു വരുന്നു, അത് ചെറുതായിട്ട് വിശദീകരിക്കുന്നു. I have already arranged with the Bharat Circus Company to get a tiger with its trainer. I know the rules of Animal Welfare Board connected with treating animals. ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ നിയമങ്ങൾ, മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. We will follow those rules strictly and will not do anything harmful to the tiger. ഈ നിയമങ്ങളെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് പാലിക്കും. മൃഗത്തിന് ദോഷകരമായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യുകയില്ല, പ്രവർത്തിക്കുകയില്ല എന്ന് ഉറപ്പ് നൽകുന്നു. I will be obliged and grateful to you. ഞാൻ നിങ്ങളോട് നന്ദിയും കടപ്പാടുമുള്ളവനായിരിക്കും. If you kindly grant me permission to shoot my film with a tiger. ടൈഗറുമായിട്ട് ഫിലിം ഷൂട്ടിംഗ് അതിനുള്ള അനുമതി താങ്കൾ ദയാപൂർവം എനിക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ കടപ്പെട്ടവനായിരിക്കും എന്നുള്ള കൺക്ലൂഡിംഗ് ഫ്രേസൊക്കെ നാം അതിൽ എഴുതി ചേർത്തു. താങ്ക് യു. എന്നിട്ട് നമ്മുടെ ഏഴാമത്തെ ഘടകം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ള ലീവ് ടേക്കിംഗ് ഫ്രേസും നാം ഇവിടെ ചേർത്തു. അത് കഴിഞ്ഞ് സിഗ്നേച്ചർ, ദെൻ സത്യജിത്ത് എന്നുള്ള നെയിം ഓഫ് ദ റൈറ്റർ ഏറ്റവും അവസാനമായിട്ട് ചേർത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, സിഗ്നേച്ചർ കഴിഞ്ഞാണ് പേര് ചേർക്കേണ്ടത്, അല്ലാതെ പേര് കഴിഞ്ഞ് ഒരിക്കലും സിഗ്നേച്ചർ ചേർക്കരുത്. എപ്പോഴും ഓർത്താൽ മതി, ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിലും ഒരു ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിലും ഒരു ലെറ്ററിലെ ഏറ്റവും അവസാന ഘടകം ആ കത്ത് എഴുതുന്ന ആളുടെ പേരായിരിക്കും. അപ്പോൾ സിഗ്നേച്ചർ അതിൻ്റെ തൊട്ട് മുമ്പിൽ ചേർക്കാൻ ഓർത്തു വെക്കുക. വിദ്യാർത്ഥികൾ ഈ ലെറ്റർ ഒരു മോഡലായി പഠിച്ച് ഇതുപോലെ ലെറ്ററുകൾ തയ്യാറാക്കി പരിശീലിക്കും. ആക്ടിവിറ്റി 5, ടെക്സ്റ്റ് ബുക്ക് പേജ് 52. Ray begins the article with the topic sentence, "No one can beat Hollywood when it comes to making films with animals in them." Can you substantiate Ray's argument with the evidences provided in this passage? നമ്മുടെ ഈ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യജിത്ത് പറയുന്ന ഒരു ടോപ്പിക് സെൻറ്റൻസോട് കൂടിയാണ്. No one can beat Hollywood when it comes to making films with animals in them. ഈ ടോപ്പിക് സെൻറ്റൻസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, അതിനെ സാധൂകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഉദാഹരണങ്ങൾ ആ പാസേജിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുക. അതല്ലെങ്കിൽ ആ പാസേജിൽ നിന്ന് മറ്റ് കാര്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സത്യജിത്ത് പറയുന്ന ഈ ടോപ്പിക് സെൻറ്റൻസിനെ നാം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. He remembers certain films in which the main characters were dogs. സത്യജിത്ത് പറയുന്നു, അദ്ദേഹം ചില ഫിലിമുകൾ ഓർക്കുന്നുണ്ട്, അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ആനിമൽസ് ആയിരുന്നു, എസ്പെഷ്യലി ഡോഗ്സ്. He says that there was an Alsatian dog named Rin Tin Tin, whose acting was more impressive than a human actor's. അദ്ദേഹം റിൻ ടിൻ ടിൻ എന്ന പേരിലുള്ള ഒരു അൽസേഷ്യൻ വർഗത്തിൽപ്പെട്ട ഡോഗ് അത് അഭിനയിച്ച സിനിമകൾ ഓർക്കുന്നു. ആ ഡോഗിൻ്റെ അഭിനയം
സാധാരണ മനുഷ്യരായിട്ടുള്ള ആക്ടേഴ്സിന്റെ അഭിനയത്തെക്കാൾ കൂടുതൽ ഇംപ്രസീവായിരുന്നു, അട്രാക്റ്റീവായിരുന്നു. He also remembers another collie dog called Lassie. ലാസി എന്ന പേരിലുള്ള ഒരു കോലി വർഗത്തിൽപ്പെട്ട ഡോഗിന്റെ അഭിനയവും ആ ലാസി അഭിനയിച്ച ചില സിനിമകൾ കണ്ടതും അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നു. The directors could make Lassie play whatever role in a film. ഒരു ഫിലിമിൽ ഏത് റോള് വേണമെങ്കിലും വളരെ അനായാസം അവതരിപ്പിക്കാൻ ലാസിയെ കൊണ്ട് കഴിയുമായിരുന്നു. അത് നേടിയെടുക്കാൻ അതിൻ്റെ ഡയറക്ടേഴ്സിന് സാധിക്കുമായിരുന്നു. അത്രത്തോളം കഴിവുറ്റ ഒരു ഡോഗായിരുന്നു ലാസി. These animal actors were famous stars and had human stand-ins for them. ഈ ആനിമൽ ആക്ടേഴ്സ് എല്ലാം തന്നെ വളരെ പ്രസിദ്ധരായ ആക്ടേഴ്സ് തന്നെയായിരുന്നു. മാത്രവുമല്ല അവയ്ക്കൊക്കെ മനുഷ്യരായിട്ടുള്ള പകരക്കാരും സ്റ്റാൻഡിൻസും ഉണ്ടായിരുന്നു. The money they earned was not less than what a real film star got. ഈ ആനിമൽ ആക്ടേഴ്സിന് ലഭിച്ചിരുന്ന പണവും മറ്റു മനുഷ്യരായിട്ടുള്ള ആക്ടേഴ്സിന് ലഭിച്ചിരുന്ന പ്രതിഫലത്തേക്കാൾ ഒട്ടും കുറവുമായിരുന്നില്ല. The owners of these animal actors could easily make as much as 100,000 rupees from just one film. ഈ ആനിമൽസിന്റെ, ഈ ഡോഗ്സിന്റെ ഒക്കെ ഉടമകൾക്ക് ഒരൊറ്റ ഫിലിമിൽ നിന്ന് തന്നെ 100,000 rupees അതിന് മുകളിലൊക്കെ ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഹോളിവുഡിൽ മൃഗങ്ങളെ വെച്ച് സിനിമയെടുക്കുന്ന കാര്യത്തിൽ ഹോളിവുഡിനെ പരാജയപ്പെടുത്താൻ മറ്റാർക്കും കഴിയില്ല എന്ന സത്യജിത്രയുടെ ഈ ടോപ്പിക് സെന്റൻസിന്റെ സപ്പോർട്ടിംഗ് സെന്റൻസുകൾ അതിൻ്റെ മറ്റ് ഉദാഹരണങ്ങൾ. Activity 6, textbook page 52. After reading the article Project Tiger, you would have understood the stress and strain behind filmmaking. പ്രോജക്റ്റ് ടൈഗർ എന്നുള്ള അധ്യായം വായിച്ച് ഒരു ഫിലിം നിർമ്മാണത്തിന് പിന്നിലുള്ള പ്രയാസങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. The article also throws light on the research done by master filmmakers like Hitchcock and Ray before shooting a film. മാത്രമല്ല ഒരു ഫിലിം ഷൂട്ടിംഗ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എത്രമാത്രം റിസർച്ചുകൾ കഴിവുറ്റ സിനിമ നിർമ്മാതാക്കളായ ഹിച്ച്കോക്കിനെ പോലെ സത്യജിത്രയെ പോലെയുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. Are the new generation filmmakers serious about filmmaking? എന്നാൽ പുതുതലമുറ മോഡേൺ ഫിലിം മേക്കേഴ്സ് ഫിലിം നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ പഴയ തലമുറയെ പോലെ സീരിയസ് ആണോ? കണ്ടക്ട് എ ഡിബേറ്റ് ഓൺ ദിസ് ടോപ്പിക് ഇൻ ദ ക്ലാസ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഡിബേറ്റ് തയ്യാറാക്കുക. യു മേ ഫസ്റ്റ് തിങ്ക് അബൌട്ട് ദ പോയിന്റ്സ് ഫോർ ആൻഡ് അഗൻസ്റ്റ് ദ ടോപ്പിക്. ഈ വിഷയത്തെക്കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ പോയിന്റുകൾ ആദ്യം തയ്യാറാക്കുക. ആൻഡ് ദെൻ ഡെവലപ്പ് എ സ്പീച്ച് ടു ബി മെയ്ഡ് ഇൻ ഫേവർ ഓർ അഗൻസ്റ്റ് ന്യൂ ജനറേഷൻ ഫിലിംസ് ആൻഡ് ഫിലിം മേക്കേഴ്സ്. അതിനുശേഷം ഈ പോയിന്റുകളെല്ലാം ചേർത്തുകൊണ്ട് പുതുതലമുറ ഫിലിമുകളെക്കുറിച്ചും ഫിലിം മേക്കേഴ്സിനെ കുറിച്ചും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള സ്പീച്ചുകൾ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതാണ് ആക്ടിവിറ്റി. നമുക്ക് ന്യൂ ജനറേഷൻ ഫിലിമിന് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പോയിന്റുകൾ ആദ്യം തയ്യാറാക്കാം. ആദ്യം നമുക്ക് ന്യൂ ജനറേഷൻ ഫിലിംസ് ആൻഡ് ഫിലിം മേക്കേഴ്സിന് അനുകൂലമായിട്ടുള്ള പോയിന്റുകൾ തയ്യാറാക്കാം. നമ്പർ 1, ടേക്ക് ഓൾ എഫേർട്സ് ടു മേക്ക് ഫിലിംസ് റിസംബിൾ റിയൽ ലൈഫ്. മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന, റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫിലിംസ് തയ്യാറാക്കുന്നതിന് ന്യൂജൻ ഫിലിം മേക്കേഴ്സ് ശ്രമം നടത്തുന്നു. നമ്പർ 2, മേക്ക് ഫിലിംസ് ഇൻ മാക്സിമം പെർഫെക്ഷൻ ഡ്യൂ ടു ഹൈ കോമ്പറ്റീഷൻ. വർദ്ധിച്ച മത്സരമുള്ളതുകൊണ്ട് ഓരോ ന്യൂ ജനറേഷൻ ഫിലിമും മാക്സിമം പെർഫെക്ഷനോടുകൂടി, ഉയർന്ന പരിപൂർണതയോടുകൂടി നിർമ്മിക്കാൻ ശ്രമം നടത്തുന്നു. നമ്പർ 3, ന്യൂ ജനറേഷൻ ഫിലിംസ് ആർ ടെക്നിക്കലി ഹൈടെക്. സാങ്കേതികമായിട്ട് ഉയർന്ന നിലവാരമുള്ളതാണ് ന്യൂ ജനറേഷൻ ഫിലിംസ്. നമ്പർ 4, പ്രൊഡക്ഷൻ ഓഫ് ഫിലിംസ് വിത്ത് വേരിയസ് സബ്ജക്ട്സ് ആൻഡ് സ്റ്റോറീസ് ഹാസ് ഇൻക്രീസ്ഡ്. വ്യത്യസ്ത സബ്ജക്റ്റുകളോടുകൂടി, വൈവിധ്യമാർന്ന കഥകളോടുകൂടി ധാരാളം ന്യൂ ജനറേഷൻ ഫിലിമുകൾ നിർമ്മാണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്പർ 5, quality of acting and dialogue rendering has increased for fear of severe criticism.
രൂക്ഷമായ വിമർശനങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ഡയലോഗ് അവതരിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ന്യൂ ജനറേഷൻ ഫിലിമുകൾ ശ്രമം നടത്തുന്നു. നമ്പർ 6. Modern technologies help create perfection in graphics, pictures, color and sound mixing, etc. ഗ്രാഫിക്സിൻ്റെയും പിക്ചേഴ്സിൻ്റെയും ക്വാളിറ്റി ഉയർത്തുന്ന കാര്യത്തിലും അതുപോലെ തന്നെ കളർ ആൻഡ് സൗണ്ട് മിക്സിംഗ് ഇവയുടെ എല്ലാം കാര്യത്തിൽ ആധുനിക ടെക്നോളജി സഹായകരമായിട്ടുണ്ട്. ഇനി പോയിന്റ്സ് എഗൻസ്റ്റ് ന്യൂ ജനറേഷൻ ഫിലിംസ് ആൻഡ് ഫിലിം മേക്കേഴ്സ്. ആധുനിക സിനിമ നിർമ്മാണം, സിനിമകൾ ഇവയ്ക്ക് എതിരായിട്ടുള്ള ചില പോയിന്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. നമ്പർ 1. ലാക്കിംഗ് ഇൻ ദി ഇൻബോൺ ആർട്ടിസ്റ്റിക് ടാലൻസ് ഓഫ് ആക്ടേഴ്സ്. നടീനടന്മാരുടെ സ്വാഭാവികമായിട്ടുള്ള ജന്മനായുള്ള കഴിവുകൾ മോഡേൺ ഫിലിമുകൾ അഥവാ ന്യൂ ജനറേഷൻ ഫിലിമുകൾ അതിനുള്ള സാധ്യത കുറഞ്ഞ് കാണുന്നു. നമ്പർ 2. കോംപ്രമൈസ് ദ ക്വാളിറ്റി ഫോർ മോണിറ്ററി ബെനിഫിറ്റ്സ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഫിലിം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നു, ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറവ് വരുത്തുന്നു. നമ്പർ 3. എക്സാജറേഷൻ ഓഫ് സീൻസ് ആൻഡ് സിറ്റുവേഷൻസ്. ചില രംഗങ്ങളിലെ അതിഭാവുകത്വം വർദ്ധിപ്പിച്ച എക്സാജറേറ്റഡ് സിറ്റുവേഷൻ ആൻഡ് സീൻസ് മോഡേൺ ഫിലിമുകൾ കൂടുതലായി കാണുന്നു. നമ്പർ 4. ക്വാണ്ടിറ്റി ഓഫ് ഫിലിംസ് ഇൻക്രീസ്ഡ്, ക്വാളിറ്റി റിഡ്യൂസ്ഡ്. ഫിലിമുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, ക്വാളിറ്റി കുറഞ്ഞിട്ടുമുണ്ട്. നമ്പർ 5. ദ ടെക്നോളജി ഓവർപവേർഡ് ദി അബിലിറ്റി ഓഫ് ആക്ടേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ്സ്. നടീനടന്മാരുടെയും മറ്റ് കലാകാരന്മാരുടെയും സ്വാഭാവികമായിട്ടുള്ള ജന്മനായുള്ള കഴിവുകളെ ടെക്നോളജി മറികടന്നിരിക്കുന്നു. നമ്പർ 6. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഡിംഡ് ദ ഹ്യൂമൻ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി. സാങ്കേതികമായിട്ടുള്ള പുരോഗതി നടീനടന്മാരുടെ മനുഷ്യരുടെ കലാവാസനകളെയും അവരുടെ കഴിവുകളെയും മങ്ങിയതാക്കി മാറ്റി. ഇനി അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഈ പോയിന്റുകളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് സ്പീച്ച് തയ്യാറാക്കാം. Dear friends, good morning. I'd like to speak a few words about the advantages of the new generation films. We can say that the new generation filmmakers take all efforts to make their films resemble the real life situations. They have high competition in the film field, so they make films in maximum perfection. The modern technology has made the new generation films technically high-tech. In the new generation period, the film production has considerably increased, and more films on various subjects and stories are created. In modern times, opportunities for criticism are plenty. So, stereotype acting and dialogue rendering are seriously criticized and thus eliminated. Nowadays, filmmakers have more advanced technologies to make researches on various subjects and to make their films perfect. In my opinion, new generation films are far better than the conventional types of films in terms of graphics, pictures, color, sound quality, etc. Bringing all these points to your attention, let me conclude this short speech here. Thank you for listening to my words. Have a nice day. Now the speech against the new generation films. Dear friends, good morning. It's a matter of pleasure for me to speak a few words about the shortcomings and disadvantages of the new generation films and filmmakers. We can say that the new generation films often lack the inborn artistic talents of actors. Due to high competition in the industry, new gen filmmakers often compromise the quality for monetary benefits. In modern films, exaggerated scenes and situations are created technically. The more the number of films is, the less the quality of films becomes. The creativity and potentiality of artists have become a matter of less importance in modern films because of the artificiality created by modern technology. Legendary actors with God-gifted talents have no big role in the new generation films. Nowadays, the money-making motive has reduced this art form to be a mere profit-making industry.
I believe that we can save our films from these degradations by supporting only the films with some artistic values. Let me conclude my words. Thank you for your time. Have a nice day. Next activity. Let's learn more about words. Textbook page 53. Activity 1. Go through the film terminology given and answer the questions that follow. പാഠപുസ്തകത്തിലെ 53-ാം പേജിൽ ഫിലിം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതാനും ഫിലിം ടെർമിനോളജി, അതായത് ചില പദങ്ങളും പ്രയോഗങ്ങളും അവിടെ നൽകിയിട്ടുണ്ട്. അവയുടെ അർത്ഥവും ആശയവും വിശദീകരിച്ചിട്ടുമുണ്ട്. ഷോട്ട്സ് ആൻഡ് ഫ്രെയിംസ്, ക്യാമറ ആംഗിൾസ്, ക്യാമറ മൂവ്മെന്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട വേർഡ്സ് ആൻഡ് ഫ്രേസുകളാണ് അവിടെ നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ആദ്യം അവ വായിച്ച് അവയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക. അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്ന ഈ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. നാം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് യു വാണ്ട് ടു ഷോ ദ ഫീലിംഗ്സ് ഓഫ് എ ക്യാരക്ടർ, വാട്ട് ടൈപ്പ് ഓഫ് എ ഷോട്ട് വിൽ യു ചൂസ്? ഒരു കഥാപാത്രത്തിൻ്റെ വികാരപ്രകടനങ്ങളെ കാണിക്കുന്നതിന് ഏത് തരത്തിലുള്ള ഷോട്ടാണ് ഉപയോഗിക്കുന്നത്? ആൻസർ, ക്ലോസ് അപ്പ് ഷോട്ട്. നമ്പർ 2. ഇഫ് യു വാണ്ട് ടു ഷോ എ ക്യാരക്ടർ റണ്ണിങ്, വാട്ട് ക്യാമറ മൂവ്മെന്റ് വിൽ യു യൂസ്? ഒരു കഥാപാത്രം ഓടുന്നത് ചിത്രീകരിക്കാൻ വേണ്ടി ഏത് ക്യാമറ മൂവ്മെന്റ് ആണ് ഉപയോഗിക്കേണ്ടത്? ഡോളി ഓർ ട്രാക്കിംഗ് മൂവ്മെന്റ്. നമ്പർ 3. If your protagonist is walking disappointedly through a paddy field, which camera angle will you use? സിനിമയിലെ പ്രധാന കഥാപാത്രം പ്രൊട്ടാഗണിസ്റ്റ് വളരെ നിരാശനായിട്ട് ഒരു പാടവരമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു രംഗമാണ് ചിത്രീകരിക്കേണ്ടതെങ്കിൽ, അതാണ് കാണിക്കേണ്ടതെങ്കിൽ ഏത് ക്യാമറ ആംഗിളാണ് അതിന് ഉപയോഗിക്കേണ്ടത്? ഹൈ ആംഗിൾ. നമ്പർ 4. If you want to show a tall tree from bottom to top, which camera movement will you use? ഒരു മരം അതിൻ്റെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ ചിത്രീകരിച്ച് കാണിക്കാൻ ഏത് ക്യാമറ മൂവ്മെന്റ് ആണ് ഉപയോഗിക്കേണ്ടത്? ടിൽറ്റ്. നമ്പർ 5. If you want to shoot a character saying something very casual, which shot would you prefer? ഒരു കഥാപാത്രം വളരെ കാഷ്വൽ ആയിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാതെ എന്തോ സംസാരിക്കുന്നത് ചിത്രീകരിക്കാൻ ഏത് ഷോട്ടാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക? മീഡിയം ഷോട്ട്. ആക്ടിവിറ്റി 2. ടെക്സ്റ്റ് പേജ് 54. The following words are taken from the article Project Tiger. Write them in appropriate columns and also write the base word or base words in the table given below. താഴെ തന്നിരിക്കുന്ന ഈ ഏതാനും പദങ്ങൾ പ്രോജക്റ്റ് ടൈഗർ എന്നുള്ള നമ്മുടെ അധ്യായത്തിൽ നിന്ന് എടുത്തതാണ്. നമ്മുടെ ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി ഇതാണ്. ഈ പദങ്ങളെല്ലാം തന്നെ ബേസ് വേർഡിനോടൊപ്പം ചില അക്ഷരങ്ങൾ ചേർത്ത് പുതിയ പദങ്ങൾ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ആ കോളത്തിലേക്ക് അനുയോജ്യമായ രീതിയിൽ ഇവ ചേർത്തെഴുതുക എന്നുള്ളതാണ്. നാം അത് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കാം. നമുക്കറിയാം, ഒരു പദത്തിൻ്റെ ബേസ് രൂപത്തിൻ്റെ മുമ്പിൽ ഏതാനും അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് പുതിയ ഒരു പദം സൃഷ്ടിക്കാം. അങ്ങനെ ചേർക്കുന്ന അക്ഷരം അല്ലെങ്കിൽ അക്ഷരങ്ങൾക്ക് പ്രിഫിക്സ് എന്നാണ് പറയുക. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ മുമ്പിൽ ഫിക്സ് ചെയ്യുന്ന അക്ഷരക്കൂട്ടങ്ങൾ. അതുപോലെ സഫിക്സ് എന്ന് പറയുന്നത് ബേസ് പദത്തിൻ്റെ ശേഷം ചേർക്കുന്നതാണ്. പ്രിഫിക്സ് എന്നതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ ലെറ്റർ ഓർ ലെറ്റേഴ്സ് ഫിക്സ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ബേസ് വേർഡ് ടു ക്രിയേറ്റ് എ ന്യൂ വേർഡ് ഓർ വേർഡ് ഫോം. ഒരു ബേസ് പദത്തിന് മുമ്പിൽ ചേർത്തുകൊണ്ട് പുതിയ പദങ്ങളോ പദരൂപങ്ങളോ സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന് എൻലാർജ് എന്നുള്ള ഈ പദം ശ്രദ്ധിക്കുക. ലാർജ് എന്നുള്ളതാണ് ബേസ് ഫോം. അതിനു മുമ്പിൽ ഇ എൻ എന്നീ രണ്ട് അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണ് എൻലാർജ് എന്നുള്ള പുതിയ ഒരു പദം സൃഷ്ടിച്ചത്. അപ്പോൾ ചേർക്കപ്പെട്ട ഇ എൻ എന്നീ ആ രണ്ട് അക്ഷരങ്ങളാണ് പ്രിഫിക്സ് എന്നറിയപ്പെടുന്നത്. സഫിക്സ് എന്നുള്ളത് നേരെ വിപരീതം, പദം ബേസ് ഫോം കഴിഞ്ഞ് ചേർക്കപ്പെടുന്ന അക്ഷരക്കൂട്ടം. ഉദാഹരണത്തിന് ബ്യൂട്ടിഫുൾ എന്നുള്ള പദത്തിൽ ബ്യൂട്ടി എന്നുള്ള ബേസ് ഫോമിനോടൊപ്പമാണ് ഫുൾ എന്നുള്ള FUL എന്നീ മൂന്ന് അക്ഷരങ്ങൾ ചേർത്തത്. അങ്ങനെ ബ്യൂട്ടിഫുൾ എന്നുള്ള മറ്റൊരു പുതിയ പദം സൃഷ്ടിച്ചു.
ഇതിലെ FUL എന്നുള്ള ഈ അക്ഷരക്കൂട്ടങ്ങൾക്കാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ന്യൂ വേർഡ്സ് ബൈ കമ്പൈനിങ് 2 or more സ്റ്റാൻഡ് അലോൺ വേർഡ്സ്. പ്രിഫിക്സിലും സഫിക്സിലും നമ്മൾ ചേർത്ത അക്ഷരക്കൂട്ടങ്ങളാണ്. അവയ്ക്ക് തനിച്ച് ഒരു വേർഡായിട്ട് നിലനിൽക്കാൻ കഴിയില്ല, വെറും അക്ഷരങ്ങളാണ്. എന്നാൽ കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡ് അലോൺ വേർഡ്സ്, തനിച്ച് നിൽക്കാൻ സാധിക്കുന്ന പൂർണ്ണ അർത്ഥമുള്ള പദങ്ങൾ, രണ്ടോ അതിലധികമോ ഉള്ള പദങ്ങളെ ചേർത്തുകൊണ്ട് ഒരു പുതിയ പദം സൃഷ്ടിക്കുക. അതിലെ ആ ചേർക്കപ്പെടുന്ന 2 പദങ്ങളും പൂർണ്ണ അർത്ഥമുള്ള സ്റ്റാൻഡ് അലോൺ വേർഡ്സ് ആയിരിക്കും. അവ രണ്ടും ചേർന്നുകൊണ്ട് പുതിയ ഒരു മീനിങ് ഉള്ള പദം സൃഷ്ടിക്കുന്നതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുക. ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 3 തരത്തിലാണ് കോമ്പൗണ്ടിങ് എഴുതപ്പെടാറുള്ളത്. ഒന്ന്, ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? റിട്ടൺ ആസ് എ സിംഗിൾ വേർഡ്. ചേർക്കപ്പെടുന്ന ഈ 2 അതിലധികമോ ഉള്ള പദങ്ങൾ ഒറ്റ പദം പോലെ ചേർത്തെഴുതുക, ക്ലോസ് ചെയ്ത് എഴുതുക, ഗ്യാപ്പ് ഇല്ലാതെ. ഉദാഹരണത്തിന് ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ കാണാൻ സാധിക്കും അതൊരൊറ്റ വേർഡായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ടെക്സ്റ്റ് എന്നുള്ളത് ഒരു സിംഗിൾ വേർഡാണ്, ബുക്ക് എന്നുള്ളത് മറ്റൊരു വേർഡാണ്. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു പുതിയ വേർഡ് ചേർത്തത്. അത് അടുപ്പിച്ച് ചേർത്തെഴുതിക്കൊണ്ട് ആണ് എഴുതാറുള്ളത്. ഇത്തരം കോമ്പൗണ്ടുകൾക്കാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് എന്ന് പറയപ്പെടുന്നത്. മറ്റൊരു ഉദാഹരണം കീബോർഡ്. കീ ഒരു സിംഗിൾ വേർഡാണ്, ബോർഡ് മറ്റൊരു വേർഡാണ്. എന്നാൽ കീബോർഡ് എന്നുള്ളത് ഒരു പുതിയ അർത്ഥമുള്ള മറ്റൊരു സിംഗിൾ വേർഡാണ്. ഇനി ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ്. ചിലപ്പോൾ കോമ്പൗണ്ടുകളെ നമ്മൾ ഹൈഫൻ ചേർത്തുകൊണ്ട് എഴുതാറുണ്ട്. അത്തരം കോമ്പൗണ്ടുകൾക്ക് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് എന്താണ് പറയുക? ഉദാഹരണത്തിന് വേർഡ്സ് കമ്പൈൻഡ് യൂസിങ് എ ഹൈഫൻ. സ്റ്റാൻഡ് ഇൻ. സ്റ്റാൻഡ് എന്നുള്ള പദം ദെൻ ഇൻ എന്നുള്ള പദം ചേർത്തെഴുതിയിട്ടുള്ള ഒരു ഹൈഫൻ വേണം. സ്റ്റാൻഡ് ഇൻ, വെൽ ഫെഡ്, മദർ ഇൻ ലോ. ഇവിടെ നമുക്ക് 3 പദങ്ങൾ ചേർത്ത് ശ്രദ്ധിക്കുക. മദർ ഇൻ ലോ. ഇങ്ങനെ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഓപ്പൺ കോമ്പൗണ്ട്സ്. ഓപ്പൺ കോമ്പൗണ്ടിന്റെ പ്രത്യേകത റിട്ടൺ സെപ്പറേറ്റ്ലി. ആ കോമ്പൗണ്ടിൽ ചേർക്കപ്പെടുന്ന പദങ്ങളെ നാം സെപ്പറേറ്റ് വേർഡുകളായിട്ട് തന്നെയാണ് എഴുതുക. ഉദാഹരണത്തിന് സ്കൂൾ ബസ്. സ്കൂൾ ബസ് എന്നുള്ളത് ഒരേ ഒരർത്ഥം വരുന്ന ഒരു സിംഗിൾ പദം പോലെയാണ് നാം ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എഴുതുമ്പോൾ സ്കൂൾ ബസ് എന്നിങ്ങനെ വേർതിരിച്ചാണ് എഴുതുക. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ കോമ്പൗണ്ട് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ. ഡൈനിങ് ഒരു പദമായിട്ടും ഹാൾ മറ്റൊരു പദമായിട്ടാണ് എഴുതുന്നത്. പക്ഷേ ഡൈനിങ് ഹാൾ എന്നുള്ളത് ഒരു ഒറ്റ പദമായിട്ടാണ് നാം ട്രീറ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇനി നാം ഈ എക്സസൈസ് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഇംപോസിബിൾ, മേക്കിംഗ് ഫിലിംസ്, ഇൻവിസിബിൾ, ചൈൽഡ്ഹുഡ്, അൺഫാസ്റ്റൻ, ക്യാമറമാൻ, കസ്റ്റമറി, ഫിലിം മേക്കർ തുടങ്ങിയ പദങ്ങൾ തന്നിരിക്കുന്നു. താഴെ ബേസ് വേർഡ് ഓർ ബേസ് വേർഡ്സ്, പ്രിഫിക്സേഷൻ, സഫിക്സേഷൻ, കോമ്പൗണ്ടിങ് എന്നീ കോളങ്ങളുമുണ്ട്. നാം ഈ പദങ്ങൾ പരിശോധിച്ച് ഈ കോളത്തിലേക്ക് നാം അനുയോജ്യമായ രീതിയിലേക്ക് ഭാഗങ്ങളെ തിരിച്ചെഴുതുക. ഇംപോസിബിൾ എന്നുള്ള പദത്തിൻ്റെ ബേസ് രൂപം പോസിബിൾ എന്നുള്ളതാണ്. അതിനോടൊപ്പം IM എന്നീ 2 അക്ഷരങ്ങൾ മുന്നിൽ ചേർത്തുകൊണ്ടാണ് ഇംപോസിബിൾ ഉണ്ടാക്കിയത്. അപ്പോൾ IM എന്നീ ഈ 2 അക്ഷരങ്ങൾ പ്രിഫിക്സ് ആണ്, അഥവാ പ്രിഫിക്സേഷൻ ആണ്. ദെൻ മേക്കിംഗ് എന്നുള്ള പദത്തിലെ ബേസ് രൂപം മെയ്ക്ക് എന്നുള്ളതാണ്. അതിനോടൊപ്പം ING എന്നീ 3 അക്ഷരങ്ങൾ സഫിക്സ് ആയി ചേർത്തുകൊണ്ടാണ് മേക്കിംഗ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും ആ പദം മാറ്റുമ്പോൾ മെയ്ക്ക് എന്നതിൽ അവസാനത്തെ ഈ മാറി ING ചേർന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ അടുത്തത് ഫിലിംസ് എന്നുള്ള ആ പദത്തിലെ ബേസ് രൂപം ഫിലിം എന്നുള്ളതാണ്. അതിനോടൊപ്പം സഫിക്സ് S എന്നുള്ള അക്ഷരം ചേർത്തുകൊണ്ട് പ്ലൂറൽ ഫോം ഉണ്ടാക്കിയതാണ്. ദെൻ ഇൻവിസിബിൾ എന്നുള്ളിടത്ത് വിസിബിൾ എന്നുള്ളതാണ് ബേസ് രൂപം. അതിനോടൊപ്പം IN എന്നുള്ള 2 അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇൻവിസിബിൾ എന്നുള്ള പദം ഉണ്ടാക്കിയത്. അപ്പോൾ ഇൻ ഒരു പ്രിഫിക്സിന് ഉദാഹരണമാണ്. ചൈൽഡ്ഹുഡ് എന്നുള്ള ആ പദത്തിൽ ചൈൽഡ് എന്നുള്ളതാണ് ബേസ് ഫോം. ഹുഡ് എന്നുള്ള അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണ് സഫിക്സേഷൻ തീർത്തിരിക്കുന്നത്. ഫാസ്റ്റൻ എന്നുള്ളതാണ് ബേസ് ഫോം. അതിൽ അൺഫാസ്റ്റൻഡ് എന്നുള്ള ആ പദത്തിൽ
സഫിക്സും പ്രിഫിക്സുമുണ്ട്. അൺ എന്നുള്ളിടത്ത് UN എന്നുള്ളത് പ്രിഫിക്സും ഫാസ്റ്റൻ കഴിഞ്ഞ് ED എന്നുള്ളത് സഫിക്സുമാണ്. ഫാസ്റ്റൻ എന്നുള്ളതാണ് ബേസ് ഫോം. ദെൻ ക്യാമറ മാൻ എന്നുള്ളത് ഒരൊറ്റ വേർഡായിട്ട് ചേർത്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. ഹൈഫണില്ല, ഗ്യാപ്പ് ഇല്ലാതെ എഴുതിയത് കൊണ്ട് ഇതൊരു ക്ലോസ്ഡ് കോമ്പൗണ്ടിന് ഉദാഹരണമാണ്. അതിൽ 2 ബേസ് ഫോമുകളാണ് അടങ്ങിയിരിക്കുന്നത്, ക്യാമറയും മാനും. അതൊരു കോമ്പൗണ്ടിങ്ങിന് ഉദാഹരണമാണ്. ദെൻ കസ്റ്റമറി എന്നുള്ളിടത്ത് കസ്റ്റം എന്നുള്ളതാണ് ബേസ് ഫോം. അതോടൊപ്പം ARY ചേർത്ത് കസ്റ്റമറി എന്നുള്ള പുതിയ പദം സൃഷ്ടിക്കാൻ ARY എന്നുള്ള സഫിക്സ് ചേർത്തത് ശ്രദ്ധിക്കുക. ദെൻ ഫിലിം മേക്കർ എന്നുള്ളത് ഒരു കോമ്പൗണ്ടാണെന്ന് കണ്ടാൽ മനസ്സിലാക്കാം, അതൊരു ഹൈഫണൈറ്റഡ് കോമ്പൗണ്ടാണ്. ഫിലിം മേക്കർ എന്നീ 2 പദങ്ങൾ ചേർത്തുകൊണ്ടാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊരു കോമ്പൗണ്ടിങ്ങിന് ഉദാഹരണമാണ്. Activity 3, textbook page 55. Fill in the following blanks with suitable words given in the box. ഇവിടെ തന്നിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനുയോജ്യമായ രീതിയിൽ അവയുടെ അർത്ഥം മനസ്സിലാക്കി ഓരോ സെന്റൻസിലെയും ബ്ലാങ്ക് ഫിൽ ചെയ്യുക. പദങ്ങളുടെ അർത്ഥം ശ്രദ്ധിക്കുക. റെവറൻഷ്യലി മീൻസ് റെസ്പെക്ട്ഫുള്ളി, ആദരവോടെ. കസ്റ്റമറി ആസ് എ യൂഷ്വൽ പ്രാക്ടീസ്, പതിവ് രീതിയിൽ, ആചാരം പോലെ എന്നർത്ഥം. പ്രൊട്ടാഗണിസ്റ്റ് മെയിൻ ക്യാരക്ടർ. പെട്രിഫൈഡ് മീൻസ് ഫ്രൈറ്റൻഡ്, ഭയപ്പെട്ടുപോയി. ഫെറോഷ്യസ് ആംഗ്രി, വയലന്റ്, ഫ്രൈറ്റനിങ് എന്നർത്ഥം. റോബസ്റ്റ് ഹെൽത്തി, എഫോർട്ട്, ആബിൾ ടു സ്പെൻഡ്, സാധ്യമാകുന്ന, ചെലവഴിക്കാൻ കഴിയുന്ന എന്നർത്ഥം. Question number 1. In Chaplin's film The Circus, the lion in the cage does not seem to be ferocious. Number 2. It is customary to take a screen test before casting an actor for a role. Number 3. In the fight scene, the boys were petrified at the thought of having to die from the ledge. Number 4. They were looking for a robust youth to do the role of an army personnel. Number 5. Prem Nazir is one of the most reverentially remembered actors in Malayalam cinema. Number 6. Producers of low-budget film can't afford top-rated actors. Number 7. The veteran director has decided to cast an amateur actor as the protagonist in his new film. ഇതോടുകൂടി പ്രോജക്റ്റ് ടൈഗർ എന്നുള്ള അധ്യായത്തിൽ നിന്നുള്ള ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അവയുടെ സൊല്യൂഷൻസ് നാം കണ്ടെത്തി കഴിഞ്ഞു. ഇവയെല്ലാം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.